ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ LDC എക്സാമിനോടനുബന്ധിച്ചും അതുപോലെ തന്നെ നമ്മുടെ LGS എക്സാമിനോടും അനുബന്ധിച്ചിട്ടുള്ള രണ്ടാമത്തെ സെറ്റ് കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2024 ഏപ്രിൽ മാസത്തിലെ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായിട്ട് നിയമിതനായത് ആരാണ്? 2024 ഏപ്രിലില് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായിട്ട് നിയമിതനായത് ആരാണ്? അത് വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ്. വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ദിനേശ് കുമാർ ത്രിപാഠിയാണ് എന്താ നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായിട്ട് നിയമിതനായത്. ഓക്കെ, നെക്സ്റ്റ്: കേരള ടൂറിസം വകുപ്പിന് വേണ്ടി നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് നൗക ഏതാണ്? കേരള ടൂറിസം വകുപ്പിന് വേണ്ടി നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് നൗക ഏതാണ്? ഇന്ദ്രയാണ്. ഇന്ദ്രയാണ് കേരള ടൂറിസം വകുപ്പിന് വേണ്ടി നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് നൗക ഏതാണ്? ഇന്ദ്ര. നെക്സ്റ്റ്: വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനായി വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. കേരളം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനായി വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയാണ് 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശ സ്ഥാപനം ഏതാണ്? പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശ സ്ഥാപനം ഏതാണ്? എലിക്കുളം പഞ്ചായത്താണ്. എലിക്കുളം പഞ്ചായത്ത് കോട്ടയമാണ്. എലിക്കുളം പഞ്ചായത്താണ് കോട്ടയം. നെക്സ്റ്റ്: 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരങ്ങളിൽ രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണ്? ഇൻഡോറും സൂററ്റുമാണ്. 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരങ്ങളിൽ രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുത്തത് ഇൻഡോർ അതുപോലെ സൂററ്റുമാണ്. നെക്സ്റ്റ്: കേന്ദ്ര IT മന്ത്രി ആരാണ്? കേന്ദ്ര IT മന്ത്രി ആരാണ്? അശ്വനി വൈഷ്ണവാണ്. കേന്ദ്ര IT മന്ത്രി അശ്വനി വൈഷ്ണവാണ്. നെക്സ്റ്റ്: പരിചയമില്ലാത്ത സ്ത്രീയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് അപകീർത്തികരവും ലൈംഗിക അതിക്രമവുമായിട്ട് കണക്കാക്കാം എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാണ്? അത് കൽക്കട്ട ഹൈക്കോടതിയാണ്. കൽക്കട്ട ഹൈക്കോടതി. ഇപ്പൊ പരിചയമില്ലാത്ത സ്ത്രീയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് അപകീർത്തികരവും ലൈംഗിക അതിക്രമവുമായിട്ട് കണക്കാക്കാമെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് കൽക്കട്ട ഹൈക്കോടതി. ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ? ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ? ആരുടെയാണ്? സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചലച്ചിത്രമാണ് ഇത്, തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. നെക്സ്റ്റ്: ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് അതിവേഗ പാത. ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് അതിവേഗ പാതയാണ് ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ദ്വാരക എക്സ്പ്രസ് വേ ആണ്. നെക്സ്റ്റ്: കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആര്? കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളി ആരാണ്? AS രാജീവാണ്. AS രാജീവാണ്. നെക്സ്റ്റ്: പ്രമേഹ ബാധിതരായ വയോജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഇത്. വയോമധുരം പദ്ധതിയാണ്. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായിട്ട് നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? പേസ് ആണ്. പേസ്. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. നെക്സ്റ്റ്: 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി ഏതാണ്? 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കാസർഗോഡാണ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി.
ഇസിനോഫിലിക് മെനിങ്കോഎൻസെഫലൈറ്റിസ് എന്ന രോഗം പരത്തുന്ന ജീവി ഏതാണ്? അത് ഒച്ചാണ്, ഒച്ച്. ഇസിനോഫിലിക് മെനിങ്കോഎൻസെഫലൈറ്റിസ് എന്ന രോഗം പരത്തുന്ന ജീവി ഏതാണ്? ഒച്ച്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. റെയ്ക്കാനസ് എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? റെയ്ക്കാനസ് എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഐസ്ലാൻഡിലാണ് റെയ്ക്കാനസ് അഗ്നിപർവ്വതം. രാജ്യത്തെ ആദ്യ ആയുർവേദ കഫേ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഡൽഹിയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ആയുർവേദ കഫേ എവിടെയാണ്? ഡൽഹിയിലാണ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാനമായ നൗസേന ഭവനാണ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാനമാണ് ഇത്, നൗസേന ഭവൻ. ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നമ്മുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ആണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാനമായ നൗസേന ഭവൻ ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ആര്? ദേവികയാണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവികയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 20 ചോദ്യങ്ങൾ അടങ്ങുന്ന സെറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. കറണ്ട് അഫയറിന്റെ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. അടുത്ത പാർട്ടുമായിട്ട് കാണും വരെ താങ്ക് യു.